അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായതുകൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ആവും. ഓ മണി ഇങ്ങനെ മണി വിട്ടു. എന്നിട്ട് ഭൂതം വരുന്നു, ഭൂതങ്ങൾക്കൊരു ഭൂതം. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷഹനാദ് ആണ്. എന്തെല്ലാടോ ചങ്ങാതിമാരെ, ഉഷാറല്ലേ? നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങള്? നമ്മൾ ഇന്ന് നോക്കുന്നത് കറണ്ട് അഫേഴ്സ് ആണ്. 2025 കറണ്ട് അഫേഴ്സ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോരുകയാണ്. 11 ക്ലാസ്സുകൾ ഇതുവരെ എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ മുഴുവൻ ഒരൊറ്റ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ആ ഒരു പ്ലേലിസ്റ്റ് കാണാം. കൂട്ടുകാരെല്ലാവരും ആ ക്ലാസ്സുകളൊക്കെ കാണുക. നമ്മൾ ഇന്നത്തെ ക്ലാസ് ഉൾപ്പെടെ 12 ക്ലാസിന്റെയും മുഴുവൻ PDF-ഉം ഒരൊറ്റ PDF ആയിട്ട് നിങ്ങൾ സെക്രട്ടേറിയറ്റ് OA എക്സാം എഴുതാൻ പോകുന്നവരാണെങ്കിൽ അവർക്ക് പഠിക്കാൻ ഉപകാരപ്പെടുന്ന രൂപത്തിൽ നല്ല കിടുക്കാച്ച് PDF നോട്ട് ഫ്രീ ആയിട്ട് കിട്ടും. എവിടെ കിട്ടും? നമ്മുടെ കമന്റിൽ പിൻ ചെയ്ത് വെച്ച നമ്മുടെ ടെലഗ്രാം ചാനൽ ഉണ്ട്. ഫ്രീ ചാനലാണ്. അതിനകത്ത് കയറുക. നിങ്ങൾ അവിടെ ഈ ഒരു PDF എല്ലാം കാണാം. അതെല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ. നോക്കൂ കൂട്ടുകാരെ, നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട 2025 ഉറപ്പായിട്ടും PSC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം പഠിച്ചുകൊണ്ട് തുടങ്ങുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നോക്കൂ, ഇതുപോലെ ഒരുപാട് പ്രമേയങ്ങള്, ഇനി സാഹിത്യ മേഖലയിലെ ചോദ്യങ്ങളും അടുത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ദേശീയ ഗെയിംസ്, പ്രധാനപ്പെട്ട പല ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് അടുത്ത് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും, അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്തിൽ 2025 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ പ്രമേയമായി പ്രഖ്യാപിച്ചത് എന്താണ്? യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. പഠിച്ചു വെച്ചേക്കണം കൂട്ടുകാരെ. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത്. 2025 ലോക വന ദിനത്തിന്റെ പ്രമേയം. കഴിഞ്ഞ വർഷം LDC പോലുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് എന്ത്? ഇത്തരത്തിലുള്ള പ്രമേയം, മണ്ണ്, വന, ജലദിനമൊക്കെ. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചില്ലെങ്കിൽ നിങ്ങളോട് മാറിപ്പോകും. വനങ്ങളും ഭക്ഷണവുമാണ് 2025 വനദിനത്തിന്റെ പ്രമേയം. മക്കളെ, ഇതിന്റെ കോഡ് ഞാനിപ്പോ ഈ വനദിനവും ജലദിനവും ഡേറ്റ് ഇവിടെ പറയുന്നില്ല. നിങ്ങൾക്കറിയാമെന്ന് എനിക്കറിയാം. എന്നാലും അറിയാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായത് കൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു വെക്കുക. ഒരുവിധം എല്ലാവർക്കും അറിയുന്ന കോഡാണ് കേരളത്തിലെ ഈ ഒരു കോഡ്. പക്ഷെ ഇത് ഞാൻ എന്റേതായ രൂപത്തിൽ ഒരു 5-6 വർഷം മുമ്പ് മാറ്റി പറഞ്ഞത് അത്യാവശ്യം പല പിള്ളേർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ട്. പല ഓഫ്ലൈൻ സെന്ററിലും വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇത് എടുത്തിട്ട് ഇഷ്ടമായ ഒരു കോഡാണ് പിള്ളേർക്ക്. അപ്പൊ അവിടെ ഞാൻ എന്റെ വക അഡീഷണലി ആഡ് ചെയ്ത് എന്താ പറയുക, നിങ്ങൾക്ക് അങ്ങാടിയിലെ വനജ എന്ന് ഞാൻ ആക്കിയതാണ്. ഓക്കെ, അതിപ്പോ പലരും കോഡ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതിനുശേഷം ഞാൻ എന്റെ കൈ നിട്ടാണ് എന്ത്? ഇല്ല എന്നുള്ളത്. ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പൊ മാർച്ച് മാസം 20-ാം തീയതി നോക്കൂ, അങ്ങാടി കുരുവി ദിനം. ഒരുപാട് തവണ PSC ചോദിച്ചു. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം. അങ്ങാടിയിലെ വനജ എന്ന് കേട്ടാൽ 21 വന അല്ലേ? വനജ. 22 ജലം. വനജ. കാലിൽ അല്ലെ? 23 കാലാവസ്ഥ അല്ലേടാ? 24 കാലിൽ ക്ഷയം. കാലിലൊന്നും ക്ഷയം വരുമോ ഇല്ലെന്ന് ചിന്തിക്കണ്ട അല്ലെ? ക്ഷയം. അപ്പൊ അങ്ങാടി, ഇവിടെ അങ്ങാടിയുടെ എഴുതാം അല്ലെ? അങ്ങാടി കുരുവി ദിനം. അങ്ങാടി. ഈ മാർച്ച് 20 മറ്റൊരു ദിനം കൂടിയാണ്. ആരാണ് പറയാ? ഏത് മിടുക്കണോ നോക്കട്ടെ. മാർച്ച് 20 മറ്റൊരു ദിവസം കൂടിയുണ്ട്, ഒരു പ്രത്യേകത. അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്ത്. അപ്പൊ അത് ഈ കഥയിൽ ഉണ്ടായിരുന്നു. തൽക്കാലം ഞാനിപ്പോ അത് പറഞ്ഞില്ല. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയം. ഇല്ല എന്ന് പറഞ്ഞാൽ 25 ഒന്നുമില്ല. ഓക്കെ, 25 ഇല്ല അല്ലെ? 26 പഠിച്ചു വെക്കണം. ഇല്ല അപസ്മാരം. എന്താണ് അപസ്മാരം? അപ്പൊ അപസ്മാര ദിനം എന്താണ്? മാർച്ച് 26 ഇല്ല അപസ്മാര നാടകം. 27 ലോക നാടക ദിനമാണ്. ഇല്ല അപസ്മാര നാടകം. അങ്ങാടിയിലെ വനജയുടെ കാലിൽ ക്ഷയമായത് കൊണ്ട് ഇല്ല അപസ്മാര നാടകം എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കണക്ട് ആവും. അപ്പൊ വനദിനം കിട്ടി, വനങ്ങളും ഭക്ഷണവും. പ്രമേയം കിട്ടി. ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗ്ലേസിയർ സംരക്ഷണമാണ്. ജലദിനത്തിന്റെ പ്രമേയം എന്താണ്? ഗ്ലേസിയർ സംരക്ഷണമാണ്. പഠിച്ചു വെക്കണം 2025 ജലദിനത്തിന്റെ പ്രമേയം. 2025 കാലാവസ്ഥാ ദിന പ്രമേയം എന്താടാ കൂട്ടുകാരെ? കാലാവസ്ഥാ ദിന പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ചടയ്ക്കുക എന്ന് വെച്ചാൽ ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. നമുക്ക് കാലാവസ്ഥ അല്ലെ? മാർച്ച് 23 അപ്പൊ ആ ഒരു ദിവസത്തിന്റെ പ്രമേയം നേരത്തെയുള്ള മുന്നറിയിപ്പ്, വിടവ് അല്ലെ? മുന്നറിയിപ്പൊക്കെ കാലാവസ്ഥ പലപ്പോഴും കിട്ടാതെ ആവുമ്പോഴാണ് പല അപകടങ്ങളും വരാറ്.
അപ്പൊ അങ്ങനെ ആലോചിക്കുക, നേരത്തെയുള്ള മുന്നറിയിപ്പ്, ആ വിടവുണ്ടല്ലോ അത് ഒരുമിച്ചടയ്ക്കുക എന്ന് ചിന്തിക്കുക. പഠിച്ചു വെക്കാൻ പറഞ്ഞാട്ടോ. നേരത്തെയുള്ള മുന്നറിയിപ്പ് വിടവ് ഒരുമിച്ചടയ്ക്കുക. ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ് ടുഗദർ. ഗ്ലേസിയർ സംരക്ഷണമാണ് ജലദിനത്തിന്. വനം എന്ന് കേട്ടാൽ വനങ്ങളും ഭക്ഷണവുമാണ് അല്ലെ. യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് ആണ് അന്താരാഷ്ട്ര യോഗാ ദിനം. എന്നാണ് അന്താരാഷ്ട്ര യോഗാ ദിനം? എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും അറിയാത്ത കൂട്ടുകാരെ കമന്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ക്ഷയരോഗം കൂടി നമുക്ക് പറയാം അല്ലെ. മാർച്ച് 24 ക്ഷയരോഗ ദിനമാണെന്ന് പറഞ്ഞല്ലോ മക്കളെ. യെസ്, വി ക്യാൻ എൻഡ് TB. കഴിഞ്ഞ വർഷം ഇത് തന്നെയായിരുന്നു പ്രമേയം. പക്ഷേ അവിടെ നിങ്ങൾ അഡീഷണലി ഒരു 3 വാക്ക് കൂടി ഓർത്തു വെക്കണം. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞാബദ്ധത, നിക്ഷേപം, വിതരണം. കൃത്യമായിട്ട് പഠിച്ചേ. യെസ്, വി ക്യാൻ എൻഡ് TB. കമ്മിറ്റ്, ഇൻവെസ്റ്റ്, ഡെലിവർ. അതെ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാൻ കഴിയും. പ്രതിജ്ഞാബദ്ധത, നിക്ഷേപം, വിതരണം പഠിച്ചു വെക്കുക. ഇന്ത്യൻ വ്യോമസേന അതിന്റെ ഭാഗമാകുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ വ്യോമസേന ഭാഗമാകുന്ന ഗ്രീസിലെ ആൻഡ്രവിയ വ്യോമത്താവളത്തിൽ നടക്കുന്ന ബഹുരാഷ്ട്ര വ്യോമാഭ്യാസമാണ് ഇനിയോച്ചോസ് അല്ലെ. ഇനിയോച്ചോസ് ഞാൻ പറഞ്ഞോ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വായിക്കട്ടോ. അത് ഉച്ചരിക്കും ഒരു പക്ഷെ ഞാൻ ഈ പറയുന്ന പോലെ ആയിരിക്കില്ല. അപ്പൊ INIOCHOS എന്നാണ് ഞാൻ ടെലഗ്രാമിലെ പിള്ളേരെ പഠിപ്പിക്കാറ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് പഠിക്കാം? INIOCHOS സെറ്റ് ആണേ. 7ാം തവണയും ബെലാറസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലക്സാണ്ടർ ലുക്കാഷെങ്കോ. എന്താ പേര് അല്ലെ. അപ്പൊ ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ വലിയ ബലമുള്ള ഒരു മനുഷ്യൻ, അത് അലക്സാണ്ടർ ആലോചിക്കുക. അലക്സാണ്ടർ ചക്രവർത്തി നമുക്ക് പഠിക്കാല്ലേ. അപ്പൊ നല്ല ബലമുള്ള മനുഷ്യനാണ് അലക്സാണ്ടർ. അപ്പൊ ബെലാറസ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രസിഡന്റ് ആരാണ്? അലക്സാണ്ടർ ലുക്കാഷെങ്കോ എന്നൊക്കെയാണ് വായിക്കുക. അപ്പൊ നമുക്ക് അലക്സാണ്ടർ ലുക്കാഷെങ്കോ പഠിച്ചോ. ഏപ്രിൽ 6 പഠിച്ചു വെക്കണം. 2025 ഏപ്രിൽ 6 പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ച രാജ്യത്തിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലം ഏതാണ്? പാമ്പൻ പാലമാണ്. അപ്പൊ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി എന്നാണ് ഉദ്ഘാടനം ചെയ്തത്. 2025 ഏപ്രിൽ 6. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതാണ് ഇമ്പോർട്ടന്റ്. ക്ലിയർ? 2025 ഏപ്രിൽ 6. രാജ്യത്ത് ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് വേണ്ടി മാത്രമായി കമ്മീഷൻ രൂപീകരിച്ച് ബില്ല് പാസ്സാക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സങ്കീർണമായ നിർദ്ദേശങ്ങളെ കൃത്യമായി ചിത്രരൂപത്തിലാക്കാൻ കഴിയുന്ന ചാറ്റ് GPTയുടെ പുതിയ പതിപ്പാണ് GPT 4.0. കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ച മൃഗങ്ങൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകൾ നന്നായിട്ട് പഠിച്ചു വെക്കണം. ഈ പേരുകൾ 2 ആന്റിബയോട്ടിക് ആണ്. ക്ലോറോംഫെനിക്കോളും നൈട്രോഫെറാനും. ഇതൊക്കെയാണ് ക്ലോറോംഫെനിക്കോൾ, നൈട്രോഫെറാൻ. കേന്ദ്ര സർക്കാർ അടുത്തിടെ നിരോധിച്ച മൃഗങ്ങൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളാണ് ഏതൊക്കെ? ക്ലോറോംഫെനിക്കോളും നൈട്രോഫെറാനും. സംസ്ഥാന ബജറ്റ് രേഖയിൽ നിന്ന് രൂപയുടെ ഔദ്യോഗിക ചിഹ്നത്തെ പുറത്താക്കി തനത് ചിഹ്നം സ്വീകരിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് മക്കളെ? ഇഷ്ടപ്പെട്ട് പഠിച്ചേ. തമിഴ്നാടാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്. അവിടെ രൂപയുടെ ചിഹ്നത്തിന് പകരം അവരെന്ത് ഉപയോഗിച്ചു? അക്ഷരമായ രു ആണ് അവിടെ വെച്ച് കേട്ടോ. അപ്പോ ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കുന്ന പരീക്ഷണം നടത്തിയത് ഏത് രാജ്യമാണ്? 2025 ഫാക്ട് ആണ് പഠിക്കുക. ക്വാണ്ടം സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കുന്ന പരീക്ഷണം. പ്രകാശത്തെ നേരിട്ട് സൂപ്പർ സോളിഡ് ആക്കി ആരാണ്? നല്ല ഇറ്റലിക്കാരാട്ടോ. ആരാണ്? ഇറ്റലിക്കാർ. പഠിച്ചു നോക്കുക. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. ആസിയാൻ രാജ്യങ്ങളുടെ ദ്വിദിന ഭീകരവിരുദ്ധ സമ്മേളനം ആരാണ്? ഇന്ത്യ കേട്ടോ. ഡൽഹിയിലാണ് സമ്മേളനം നടക്കുന്നത്. കേരള സർവകലാശാലയുടെ ONV പുരസ്കാരങ്ങൾ പലതരത്തിലുണ്ട്. പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കേരള സർവകലാശാലയുടെ 2021-22 വർഷങ്ങളിലെ ONV പുരസ്കാരം ഒരുമിച്ച് പ്രഖ്യാപിച്ചു. ഓക്കെ, ആ കൊറോണ സമയത്ത്. 21 MK സാനുമാഷിനും 22 M മുകുന്ദേട്ടനുമാണ് കിട്ടിയത്. അപ്പൊ ഇഷ്ടപ്പെട്ട് പഠിക്കുക കൂട്ടുകാരെ. നിങ്ങൾ 2021-ലെയും 22-ലെയും കേരള സർവകലാശാലയുടെ ONV പുരസ്കാരം പ്രഖ്യാപിച്ചു. 21 കിട്ടിയത് MK സാനുവിനും 22 കിട്ടിയത് M മുകുന്ദനുമാണ്. ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റ്. ഇപ്പൊ നിങ്ങൾ ബെലാറസിന്റെ പ്രസിഡന്റ് അല്ലെ. ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ അവിടെ ബെലാറസ് ബലമുള്ള മനുഷ്യൻ അലക്സാണ്ടർ പഠിച്ചു. ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് അറിയോ? നമ്മളെ വാഹനങ്ങളൊക്കെ ഗ്രീസ് ഉപയോഗിക്കാറ് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോകാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു ബാലൻസോ അങ്ങനെ എന്തായാലും ഡാസുലാസ് അല്ലെ. അല്ലെങ്കിൽ എന്താ പറയാ, ഒരു കോണിൽ സ്റ്റാൻഡിൽ നമ്മളൊരു ബസ് സ്റ്റാൻഡോ അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വലിയ വലിയ വാഹനങ്ങൾക്കാണ് ഈ ഗ്രീസ് അടിക്കേണ്ടത് അല്ലെ. അപ്പൊ ആലോചിക്കുക, ഒരു കോണില് സ്റ്റാൻഡിൽ എന്തുണ്ടാവും? ഗ്രീസ് അടിക്കുന്ന ആളുണ്ടാവും.
ഇപ്പൊ ഗ്രീസ് എന്ന് കേൾക്കുമ്പോൾ കോൺസ്റ്റന്റിൻ ടാസുലസ് പേരതാണ്. അപ്പൊ കോൺസ്റ്റന്റിൻ ടാസുലസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ പഠിക്കുമ്പോൾ എന്ത് ട്രിക്ക് വെച്ച് പഠിക്കുക കേട്ടോ. അപ്പൊ ഈ പേരുകൾ നമുക്ക് മനസ്സിലേക്ക് കിട്ടില്ല. അപ്പൊ ബെലാറസ് എന്ന് കേൾക്കുമ്പോൾ അലക്സാണ്ടർ കിട്ടണം. അതുപോലെ ഗ്രീസിന്റെ പുതിയ പ്രസിഡന്റായി സ്ഥാനമേറ്റത് കോൺസ്റ്റാന്റിൻ ടാസുലസ്. പഠിച്ചു എന്ന് വിചാരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭാഗമായ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ട്രൂത്ത് സോഷ്യൽ. ട്രംപിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് കുഞ്ഞുങ്ങളെ? പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഭാഗവാക്കായി ട്രൂത്ത് സോഷ്യൽ. ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം പെട്ടെന്ന് നമുക്ക് പരീക്ഷയ്ക്ക് റാങ്ക് മേക്കിംഗ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്, കിട്ടൂല. ന്യൂ കാസിൽ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ, ചെൽസി, അങ്ങനെ പല ക്ലബുകളെ പേരും കാണും. ഇതൊരു പുതുതായിട്ടൊരു ക്ലബ്ബ് ഉദിച്ചു വരിക എന്നറിയിക്കാം. ന്യൂ കാസിൽ യുണൈറ്റഡ് ആണ്. ന്യൂ കാസിൽ യുണൈറ്റഡ്. ഇത് ആക്ച്വലി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഫോട്ടോ ഞാൻ കൊടുത്തത്? ഇത് ന്യൂ കാസിലാണോ? അല്ല. ഈ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടത്തിന്റെ ഒരു പുതിയ പേര് കറാബോ കപ്പ് എന്നാണ്. അപ്പൊ കറാബോ കപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ആക്ച്വലി ഇംഗ്ലീഷ് ലീഗ് കപ്പാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പിക്ചർ കൊടുത്തത് കേട്ടോ. അപ്പൊ ഇംഗ്ലീഷ് ലീഗ് കപ്പ് കിരീടം നേടിയത് ന്യൂ കാസിൽ യുണൈറ്റഡ് ആണെന്ന് പഠിച്ചു വെച്ചേക്കുക. രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിൻ പരീക്ഷണ ഓട്ടം നടത്താൻ ഒരുങ്ങുന്നത് എവിടെയാണ്? രാജ്യത്തിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് ഹരിയാനയിലെ ജിങ്ങല്ല കേട്ടോ, ജിന്ദ്. ഹരിയാനയിലെ എന്താണ്? ജിന്ദ്. ആ ജിന്ദ് മുതൽ സോനിപത്ത് വരെയാണ് ഓടുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിന് പരീക്ഷണ ഓട്ടം ഓടുന്നത് ഹരിയാനയിലാണ്. എവിടെയാണ്? ജിന്ദ് മുതൽ സോനിപത്ത് റൂട്ടിലാണ്. 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ, പഠിച്ച് ശ്രദ്ധിച്ചു വെക്കണം. 3 പേരുകൾ. എ അനന്ത പത്മനാഭൻ 2025 സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയത്. 1 എ അനന്ത പത്മനാഭൻ. കലാമണ്ഡലം സരസ്വതി എ അനന്ത പത്മനാഭൻ. സേവ്യർ പുൽപ്പാട്ട്. അപ്പൊ അനന്തൻ സരസ്വതി പുല്ല്, നിങ്ങളൊരു കണക്ഷൻ കൊടുക്കുക. ഫെലോഷിപ്പ് കിട്ടിയത് ആരാണ്? ആ അനന്തനും സരസ്വതിക്കും പുല്ല്, അല്ലെങ്കിൽ സേവ്യർ അല്ലെ, 3 പേരാളിക്കുക. സരസ്വതി അനന്ത സേവ്യറിന് ഫെലോഷിപ്പ്. 3 പേര് പരീക്ഷയ്ക്ക് ഓർമ്മ ഉണ്ടാവണം. റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ ഇത് കേട്ട് പഠിക്കാം നിങ്ങൾക്ക്. ഓക്കെ. അപ്പൊ സരസ്വതി, അനന്ത പത്മനാഭൻ, സേവ്യർ. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന 7 കോടി രൂപയുടെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര എന്ന് പറയുന്ന വ്യക്തിയാട്ടോ. ആരാണ്? സയന്റിസ്റ്റ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നൽകുന്ന 7 കോടി രൂപയുടെ ഫസ്റ്റ് ഇൻ ദി വേൾഡ് ചാലഞ്ച് ഗ്രാന്റിന് അർഹനായത് ഡോക്ടർ ഗൗതം ചന്ദ്ര. അടുത്തിടെ അന്തരിച്ച 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയ ജപ്പാനീസ് ജിംനാസ്റ്റിക് താരം, ഇതിഹാസ താരം ആരാണ്? അക്കിനോരി നക്കയാമ. നമ്മൾ നദിയ കമനേച്ച് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടോ അല്ലെ? നിങ്ങൾ ഒളിമ്പിക്സ് ഒക്കെ പഠിച്ച സമയത്ത് ജിംനാസ്റ്റിക് താരം. അപ്പൊ അതുപോലെ ഒരു വെറൈറ്റി പേര് പഠിച്ചു വെക്കുക, ജിംനാസ്റ്റിക്. അക്കിനോരി നക്കയാമ. അക്കി നക്കി എന്നൊക്കെ വിളിച്ചോ. നക്കി എന്താ സംഗതി? ജിംനാസ്റ്റിക് ആണ്. ഇദ്ദേഹം അടുത്തൊരു അന്തരിച്ചു. ഇദ്ദേഹം വിഖ്യാതനായ ഇതിഹാസ ജപ്പാനീസ് ജിംനാസ്റ്റിക് താരമാണ് അക്കിനോരി നക്കയാമ. സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിർമ്മിച്ച ചെറു ഉപഗ്രഹമാണ് മക്കളെ നിള. ചോദിക്കാൻ സാധ്യതയുള്ള നല്ല കിടക്കാച്ചി പോയിന്റ് ആണ്, പഠിച്ചു വെക്കുക. ഓക്കെ ആണോ? സ്പേസ് എക്സ് റോക്കറ്റിൽ ബഹിരാകാശത്തെത്തിയ കേരളത്തിൽ നിന്ന് നിർമ്മിച്ച ചെറു ഉപഗ്രഹമാണ് നിള. ഭാരത് ഭവൻ ഇന്ത്യൻ സാഹിത്യ വിനിമയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം നേടിയത്. വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം 2025 നേടിയത് ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണി. പഠിച്ചു വെച്ചേക്കണം. എന്നാടാ പിള്ളേരെ ഒന്ന് പറഞ്ഞേ? ഭാരത് ഭവൻ ഇന്ത്യൻ സാഹിത്യ വിനിമയത്തിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ വിവർത്തനരത്ന സമഗ്ര സംഭാവന പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? ഡോക്ടർ ചാത്തനാഥ് അച്യുതനുണ്ണി. കാനനവാസികളെ അവരുടെ ഭാഷയിൽ തന്നെ പഠിപ്പിച്ച് പൊതുധാരയിൽ എത്തിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ സമഗ്ര ശിക്ഷ കേരളം, ഇടുക്കി, ഇടമലക്കുഴി ആദിവാസി കുട്ടികൾക്കായി മുതുവൻ ഭാഷയിൽ തയ്യാറാക്കിയ പദ്ധതിയാണ് പിള്ളേരെ പഠിപ്പുറസി. ഒരു വെറൈറ്റി പേരല്ലേ? പത്രമാധ്യമങ്ങളിലൊക്കെ വന്ന ന്യൂസ് ആണ്, പഠിച്ചു വെക്കണം. പഠിപ്പുറസി എന്താണ്? കാനനവാസികൾ അവരുടെ ഭാഷയിൽ തന്നെ എന്ത് ചെയ്യുക? പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ അവിടെ തന്നെ പോയിട്ട് പഠിപ്പിക്കുന്ന ഒരു തരം പദ്ധതി, അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ തന്നെ കുറച്ചുകൂടി അവർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ. അങ്ങനെ ഇടുക്കിയിലെ ഇടമലക്കുഴി ആദിവാസി കോളനികൾ കുട്ടികൾക്ക് അവരുടെ ഭാഷ, മുതുവൻ ഭാഷ,
ആ മുതുവൻ ഭാഷയിൽ തന്നെ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് പഠിപ്പുറസി. പഠിപ്പുറസി ഒരുപക്ഷെ അവരുടെ ഭാഷയിൽ അങ്ങനെ ആയിരിക്കും, മുതുവൻ ഭാഷയിൽ പഠിപ്പുറസി. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചത് തോമസ് ബാക്ക് ആണ്. തോമസ് ബാക്ക് അദ്ദേഹത്തിന് എന്ത് കിട്ടുന്നു? രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി ആജീവനാന്ത ഓണററി പ്രസിഡന്റ് സ്ഥാനം നൽകി ആദരിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുടെ ഇപ്പൊ ഒളിമ്പിക്സിനെ കുറിച്ച് പറഞ്ഞപ്പോ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ, എത്ര പേര് കമന്റ് ചെയ്ത് നോക്കട്ടെ. നിലവിലെ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണത്. അറിയാത്തവർ കമന്റ് ചെക്ക് ചെയ്യണം. തീർച്ചയായിട്ടും നമ്മുടെ പിള്ളേർ അത് കമന്റ് ചെയ്യും. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു പേഴ്സൺ ആണ്. പ്രത്യേകം എന്താ ഞാൻ പറയാം. സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൂപ്പർ ലേൺ. സൂപ്പർ ലേൺ എന്നാലോചിക്കുക. സൂപ്പർ ലേൺ എന്താടാ? സൂപ്പർ ലേൺ, സൂപ്പർ ലേൺ, സൂപ്പർ ലേൺ പഠിച്ചു വെക്കട്ടാ. സൂപ്പർ ലേൺ സ്കൂൾ വിദ്യാർത്ഥികളുടെ പഠനം എളുപ്പമാക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് പ്ലാറ്റ്ഫോം ആണ് സൂപ്പർ ലേൺ. ആർത്തവ ശുചിത്വത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയാണ് തിങ്കൾ. തിങ്കൾ തിങ്കൾ അപ്പൊ ആർത്തവ ശുചിത്വം അല്ലെ, അതിന് അവബോധം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് തിങ്കൾ. വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവാണ് ഓപ്പറേഷൻ ഓയിൽ. ആ പേര് തന്നെയല്ലേ, ഓപ്പറേഷൻ ഓയിൽ. സംസ്ഥാനത്തെ ആദിവാസികളുടെ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കി അമൃത ആശുപത്രി നടപ്പിലാക്കുന്ന ടെലിമെഡിസിൻ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. ആക്ച്വലി വൃക്കാരോഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ സമാശ്വാസം എന്നൊരു പദ്ധതി മുമ്പ് പഠിച്ചിരുന്നു. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ആദിവാസികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അമൃത ഹോസ്പിറ്റൽ നടപ്പിലാക്കിയ പദ്ധതിയാണ് സമാശ്വാസം പദ്ധതി. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോ ആനുകാലിക കേരളത്തിൽ ഏറെ ചർച്ച ചെയ്തൊരു ഇഷ്യൂ കൂടിയാണ് ഈ പറഞ്ഞ പേവിഷബാധയ്ക്കെതിരൊക്കെ അല്ലേ, അല്ലെങ്കിൽ ഇത്തരം മരുന്നുകളെ കുറിച്ച്. അപ്പൊ രാജ്യത്ത് ആരോഗ്യ കേന്ദ്രങ്ങളിൽ പേവിഷ, പാമ്പുവിഷ വാക്സിൻ ലഭ്യത ഉറപ്പാക്കാനുള്ള ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ് സുവിൻ പോർട്ടൽ. എന്താണ് മക്കളെ? സുവിൻ. സുവിൻ പഠിച്ചു വെക്കണേ, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സുവിൻ 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 സുവിൻ. അപ്പൊ നിങ്ങള് പേവിഷ വാക്സിന്, പാമ്പുവിഷ വാക്സിൻ ഒക്കെ കേൾക്കുമ്പോൾ സുവിൻ 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 പോർട്ടൽ. ഗവേഷകർ ഇടുക്കിയിൽ നിന്ന് കണ്ടെത്തിയ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലിനോടുള്ള ആദര സൂചകമായി പേര് നൽകുന്ന വെളുത്ത പൂക്കളോട് കൂടിയ തെച്ചി വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് ഇക്സോറ ഗാഡ്ഗിലിയാന. അപ്പൊ മാധവ് ഗാഡ്ഗിലിന്റെ പേരിട്ടു എന്നൊരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ചോദിച്ചാൽ കിട്ടും. ഇക്സോറ ഗാഡ്ഗിലിയാന. വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യത്തെ കപ്പൽ. വളരെ ഇമ്പോർട്ടന്റ് ആണിത്. വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട കപ്പലാണ് MSC മിയ. MSC മിയ. MSC മിയ. മിയ യൂറോപ്പിൽ പോകുന്നു, ഏഷ്യയിൽ വരുന്നു. ഏത് മിയ? നമ്മുടെ ഒരു സിനിമാ താരം മിയ അല്ലേ? വെറുതെ ആലോചിച്ചോ? അവരെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് നമ്മളെ വിഴിഞ്ഞത്തെ കൊണ്ടുപോവാ. എന്നിട്ട് മാഡം ആ ഒരു സിനിമാ താരം മിയ എന്ത് ചെയ്യുന്നു? യൂറോപ്പിലേക്ക് പോകുന്നു. മിയ തിരിച്ചേഷ്യയിലേക്ക് വരുന്നു. അപ്പൊ വിഴിഞ്ഞത്തെത്തുന്ന ഏഷ്യയെയും യൂറോപ്പിനെയും ബന്ധിപ്പിക്കുന്ന ജേഡ് സർവീസിൽ ഉൾപ്പെട്ട ആദ്യ കപ്പൽ MSC. ഒരുപാടുണ്ട്, അതിലെ MSCയിൽ പെട്ടതാണ് മിയ. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയത് കിടിലൻ ചോദ്യമാണ്. എവിടെ വെച്ചിട്ടാണ് ഫിഫ ലോകകപ്പ് നടക്കുന്നത്? എത്രയോ തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. 2026 ഫിഫ ലോകകപ്പ് 3 രാജ്യങ്ങളിൽ വെച്ചാണ് നടക്കുന്നത്. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഫിഫ ലോകകപ്പ് 22 ഖത്തറിലായിരുന്നു അല്ലെ. ഇനി 26 കഴിഞ്ഞാൽ 30 എന്ന് കേൾക്കുമ്പോൾ നിങ്ങളെ മനസ്സിലേക്ക് മൊറോക്കോയിലേക്കും അതുപോലെ തന്നെ സ്പെയിനിലേക്കും പോർച്ചുഗലിലേക്കും ഒക്കെ പോകണം അല്ലെ. അപ്പൊ അവിടെ 2030 ആണെങ്കിൽ പിന്നീട് 2034 സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്നുണ്ട്. അത് വരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 2026 ഫിഫ ലോകകപ്പ് എവിടെ വെച്ച് നടക്കുന്നു? നിങ്ങൾ ജസ്റ്റ് അറിയുന്നവരുടെ ഒന്ന് കമന്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു വന്നത് 2026 ഫിഫ ലോകകപ്പിന് യോഗ്യത നേടുന്ന ആദ്യ ടീമായിട്ട് മാറിയത് ജപ്പാൻ അല്ലെങ്കിൽ പുലിയ അല്ലെ, ജപ്പാൻ. മികച്ച പൊതുപ്രവർത്തകനുള്ള പ്രഥമ രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം നേടിയത് ആരാണ്? ആർക്കാണ്? KC വേണുഗോപാൽ സാറിനാണ്. കോൺഗ്രസിന്റെ നേതാവായതുകൊണ്ട് ആലോചിക്കുക. രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം. പ്രഥമ രാജീവ് ഗാന്ധി പ്രവാസി പുരസ്കാരം കിട്ടിയത് KC വേണുഗോപാലിനാണ്. അതുപോലെ തന്നെ ആര്യാടൻ മുഹമ്മദ് അല്ലെ, മരണപ്പെട്ടു പോയ നിലമ്പൂരിലെ MLA മന്ത്രിയൊക്കെ വ്യക്തി, അദ്ദേഹത്തിന്റെ പേരിൽ അവാർഡ് കിട്ടിയതും KC വേണുഗോപാലിനാണ്. അടുത്തിടെ അന്തരിച്ച അമേരിക്കയുടെ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ഇതിഹാസമാണ് ജോർജ് ഫോർമാൻ. ആരാണ് ജോർജ് ഫോർമാൻ? ഇവിടെ പിക്ചറൊക്കെ ഉണ്ട്. ജോർജ് ഫോർമാൻ ഹെവി വെയ്റ്റ് ബോക്സിംഗ് ഇതിഹാസ താരമാണ് ജോർജ് ഫോർമാൻ. പഠിച്ചു വെക്കുക.
2025 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പി ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയ പേരാണ്. അപ്പൊ നമ്മുടെ ചൈനയിൽ പോയിട്ട് ഫോർമുല 1 അടിച്ചത് ഓസ്കാർ ആണ്. ഓസ്കാർ എന്ന് പറയുന്ന അവാർഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? അപ്പൊ 2025 ഫോർമുല 1 ചൈനീസ് ഗ്രാൻഡ് പ്രീ ജേതാവായത് ഓസ്കാർ പിയാസ്ട്രി. പഠിച്ചു വെച്ചേക്ക ഓസ്കാർ പിയാസ്ട്രി. സ്ലോവാക്കിയയിൽ നടന്ന ലോക അത്ലറ്റിക് റേസ് വാക്കിംഗ് ടൂറിൽ വനിതകളുടെ 35 കിലോമീറ്റർ നടത്തം 35 കിലോമീറ്റർ 2 മണിക്കൂർ 56 മിനിറ്റ് കൊണ്ട് ഫിനിഷ് ചെയ്തു. ദേശീയ റെക്കോർഡ് സൃഷ്ടിച്ച താരമാണ് പ്രിയങ്ക ഗോസ്വാമി. ആരാണ്? പ്രിയങ്ക ഗോസ്വാമി. വല്ലാത്തൊരു സ്വാമിയാണ് അല്ലെ പ്രിയങ്ക ഗോസ്വാമി. അങ്ങനെയൊക്കെ ഒന്ന് ആലോചിച്ച് പഠിക്കണം. 35 കിലോമീറ്റർ പ്രിയങ്ക ഗോസ്വാമി. ലോക ക്ഷയരോഗ ദിനം നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ? മാർച്ച് 24 ക്ഷയരോഗമാണ്. അപ്പൊ ക്ഷയരോഗ ദിനം 2025 ഉച്ചകോടി ഉദ്ഘാടനം ചെയ്ത് ലോകത്ത് വെച്ചിട്ട് ആ ഒരു പ്രോഗ്രാം നമ്മുടെ ആരോഗ്യമന്ത്രിയാണ് അല്ലെ? ലോക ക്ഷയരോഗ ദിനം 2025 ഉച്ചകോടി ഉദ്ഘാടനം ചെയ്തത് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയാണ്. വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ ഉയരുന്ന സ്മാരകത്തിന്റെ പേര് ആകാശമിഠായി എന്നാണ്. വിഖ്യാത സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ സ്മരണയ്ക്കായി ബേപ്പൂരിൽ ഉയരുന്ന സ്മാരകമാണ് ആകാശമിഠായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2025 മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് എസ് മഹാദേവൻ തമ്പിക്കാണ്. അപ്പൊ ദേവസ്വം എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരൊക്കെ ശ്രദ്ധിച്ചു വെച്ചേക്കുക ഈ ചോദ്യം. പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് 2025 മാധവ മുദ്ര അല്ലെ? മാധവ മുദ്ര സാഹിത്യ പുരസ്കാരം കിട്ടിയത് എസ് മഹാദേവൻ തമ്പിയാണ്. ദേവസ്വം ബോർഡിനൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ, അറിയാൻ പറ്റില്ല എത്ര പേരുണ്ടെന്ന്. ബസ്സുകൾ, ചരക്ക് വാഹനങ്ങൾ എന്നിവയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ നടപ്പാക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സംവിധാനമുണ്ട്. ബസ്സിലും വലിയ വലിയ ചരക്ക് വാഹനങ്ങളൊക്കെ സുരക്ഷ നോക്കണല്ലോ അല്ലെ? അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും പറയാണ്. ബസ്സിൽ പോകുന്ന വലിയ ഡ്രൈവർമാർ, ഹെവി അല്ലെ ട്രക്കിലൊക്കെ പോകുന്ന ആളോട് പറയും നിങ്ങൾ ഒരു വണ്ടിയിൽ വെക്കണം. കഴിക്കാനേ നല്ല തേങ്ങയും ശർക്കരയൊക്കെ ഉണ്ട്. അഡാസ്. എന്താണ് അഡാസ്? EADAS ആണ് അല്ലെ? അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റംസ്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റം ആണ് അഡാസ്. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ് സാൻസിയ മോറി. ഇതൊക്കെ തീർച്ചയായിട്ടും പഠിച്ച പിള്ളേർക്ക് ഓപ്ഷൻ കാണുമ്പോൾ കിട്ടും. സാനിയ മിർസയല്ല. ശാസ്ത്ര ഗവേഷണത്തിന് യൂറോപ്യൻ കമ്മീഷൻ നൽകുന്ന മേരി ക്യൂറി ഫെലോഷിപ്പ് നേടിയ മലയാളിയാണ് സാൻസിയ മോറി. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈന്റെ ചിത്രമാണ് പിള്ളേരെ ഗ്രാമയാത്ര. പഠിച്ചു വെക്കുക. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയ ക്വസ്റ്റ്യൻ. 118 കോടി ഉറുപ്പിക്കാണ് വിറ്റുപോയത് കേട്ടാ. ഒരു മോഡേൺ ഇന്ത്യൻ ആർട്ടിന് കിട്ടുന്ന ഏറ്റവും വലിയ ലേലത്തുകയിൽ വിറ്റുപോയ MF ഹുസൈന്റെ ചിത്രമാണ് ഗ്രാമയാത്ര. ചിത്രം കണ്ടോ നിങ്ങൾ? സ്വവിധ റെയിൽവേ സോണുകളിൽ റെയിൽവേ പദ്ധതികൾക്കുള്ള വിഹിതം സംബന്ധിച്ച വിശദമായ രേഖ അറിയപ്പെടുന്നത് പിങ്ക് ബുക്ക് എന്നാണ്. റെയിൽവേ സോണുകളിലെ റെയിൽവേയുടെ വിവരങ്ങൾ അറിയപ്പെടുന്ന ആ ഒരു രേഖയാണ് പിങ്ക് ബുക്ക്. ഓസ്കാറിൽ മത്സരിക്കുകയും നമ്മൾ ഓസ്കാർ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ് ഒക്കെ കാണാം. കംപ്ലീറ്റ് ഓസ്കാർ അടിപൊളി കോഡൊക്കെ പറഞ്ഞിട്ട് ഒരൊറ്റ ക്ലാസ് ഞാൻ പറഞ്ഞല്ലോ 12ഓളം ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് കാണുക. ഓസ്കാറിൽ മത്സരിക്കുകയും എന്നാൽ ഇന്ത്യയിൽ പ്രദർശനം നിഷേധിക്കപ്പെടുകയും ചെയ്ത ഇന്ത്യ പശ്ചാത്തലമാക്കി ചിത്രീകരിച്ച ബ്രിട്ടീഷ് സിനിമയാണ് സന്തോഷ്. പഠിച്ചു വെച്ചേക്കട്ടാ. ചിലിയുടെ പ്രസിഡന്റ് ഇപ്പൊ നമ്മള് ബെലാറസ് അലക്സാണ്ടർ പറഞ്ഞിരുന്നു. ഗ്രീസിലേക്ക് പോയ സമയത്ത് അല്ലെ കോണിലെ ഒരു സ്റ്റാൻഡില് കോൺസ്റ്റാന്റിൻ എന്നുള്ള പേര് കിട്ടിയില്ലേ? അവിടെ നമുക്ക് അങ്ങനെ കിട്ടണം. അതുപോലെ തന്നെ ബെലാറസ് കിട്ടി. ഇനി ചിലിയിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ ചിലച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ബോറാണ്. അപ്പം നമ്മൾ പരമാവധി മൗനം വിദ്വാന് ഭൂഷൺ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ചിലക്കേണ്ട അത് ബോറാണെന്ന് ആലോചിക്കുക. പഠിക്കാൻ വേണ്ടി മാത്രം പറയാണ്. ചിലി ബോറാണ് ആ സൗണ്ടിലെ. ബോറിക്, ഗബ്രിയേൽ ബോറിക്. ഇതാണ് ചേട്ടൻ. എന്താന്ന് ഇപ്പൊക്കല്ലേ? യെസ്. അപ്പൊ ചിലിയുടെ പ്രസിഡന്റ് ആരാണ്? ഗബ്രിയേൽ ബോറിക്. 2025 ഏപ്രിൽ 3-4 തീയതികൾ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ വേദി, ബിംസ്റ്റെക്കിന്റെ യൂത്ത് സമ്മിറ്റിന്റെ വേദി പഠിച്ച എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്തേ. ഞാൻ മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കണ്ടു പഠിച്ച ടെലഗ്രാമിൽ പിള്ളേരാണ്. തീർച്ചയായും കമന്റ് ചെയ്യണേ. അപ്പോ 2025 ഏപ്രിൽ 3-4 തീയതികൾ നടന്ന ബിംസ്റ്റെക് സമ്മേളനത്തിന്റെ വേദി എവിടെയാ ചോദിച്ചാൽ അത് തായ്ലാന്റിലെ ബാങ്കോക്കിലാണ്. മ്യാൻമാർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മ്യാൻമാറിൽ ഭൂകമ്പത്തിൽ ഇന്ത്യ നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിന്റെ പേരാണ് ഓപ്പറേഷൻ ബ്രഹ്മ. ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നതെങ്കിലും ഓപ്പറേഷൻ ബ്രഹ്മ ഉറപ്പായിട്ടും ചോദിക്കും വരാൻ പോകുന്ന അടുത്ത മാസത്തെ പരീക്ഷകളിൽ. മ്യാൻമാറിൽ ഭൂകമ്പ സമയത്ത് ഇന്ത്യ സേന നടത്തിയ രക്ഷാദൗത്യമാണ് ഓപ്പറേഷൻ ബ്രഹ്മ.
മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ മികച്ച രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തിയതിന് അഗ്നിരക്ഷാ സേന ഡയറക്ടർ ജനറലിന്റെ ബാഡ്ജ് ഓഫ് ഓണർ ലഭിച്ച ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിന്റെ പേരാണ് ആർ മിഥുൻ. ഈ ചേട്ടനൊക്കെ ഓർത്ത് വെച്ചേക്ക, പേര് മിഥുൻ. നമ്മുടെ മുണ്ടക്കൈ ചുരൽമല ദുരന്തത്തിൽ നല്ല മികച്ച ഓഫീസറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മിഥുനാട്ടൻ അല്ലെ, ആർ മിഥുൻ. പഠിച്ചു വെക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പെറ്റ് സബ്മിറ്റായ പൗ സബ്മിറ്റ് 2025. ഇതൊക്കെ പഠിക്കണമെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. സത്യത്തിൽ ഇങ്ങനത്തെ ചോദ്യങ്ങളൊന്നും ഞാൻ മുൻപ് കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കറണ്ട് അഫയേഴ്സ് 20 മാർക്കാണ്, അതിൽ 20 കിട്ടണമെങ്കിലും ഇങ്ങനെ പഠിക്കുക പിള്ളേരെ. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ പെറ്റ് സബ്മിറ്റായ പൗ സബ്മിറ്റ് 2020 നമുക്ക് നേടിയ വെച്ചാൽ ജെയിൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കാക്കനാട്. ഗ്രീൻ ഷിപ്പിംഗ് ഡിജിറ്റൽ ഇടനാഴി സഹകരണം സംബന്ധിച്ച ലെറ്റർ ഓഫ് ഇന്റൻഡന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LOI. ആ LOIയിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം. ഗ്രീൻ ഷിപ്പിംഗ് ആൻഡ് ഡിജിറ്റൽ ഇടനാഴി സഹകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യമാണ്. ഷിപ്പിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ അല്ലെ വലിയൊരു തുറമുഖങ്ങളെ സിംഗപ്പൂർ ആലോചിക്കാം. വീടുകളിലും സ്ഥാപനങ്ങളിലും മറ്റുമുള്ള സ്വർണം സമാഹരിച്ചുകൊണ്ട് ബാങ്കിങ് സംവിധാനത്തിലേക്ക് എത്തിക്കാനായി കേന്ദ്രം ആരംഭിച്ച പദ്ധതി. അപ്പൊ വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ സ്വർണം ഉണ്ടെങ്കിൽ അതെല്ലാം സമാഹരിച്ച് അല്ലെ ബാങ്കിങ് സംവിധാനത്തിലേക്ക് എത്തിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് ഗോൾഡ് മോണിറ്റൈസേഷൻ. ഇപ്പൊ യൂട്യൂബ് മോണിറ്റൈസേഷൻ കേട്ടോ നിങ്ങൾ അല്ലെ, ഇത് ഗോൾഡ് മോണിറ്റൈസേഷൻ ആണ്. ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തുവിട്ട ലോക സന്തോഷ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഓക്സ്ഫോർഡ് സർവകലാശാല പുറത്തുവിട്ട വളരെ ഇന്നത്തെ ക്ലാസ്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഈ പറയുന്ന MF ഹുസൈന്റെ പിക്ചർ അല്ലെ, അത് 118 കോടി രൂപയ്ക്കല്ലേ വിറ്റുപോയത്. അപ്പൊ 118 എന്ന് കേട്ടാൽ നിങ്ങളെ മനസ്സിലേക്ക് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളുടെ എണ്ണം ആകെ 118 ഒക്കെ മനസ്സിൽ വരുന്നുണ്ടാവും. അപ്പൊ ആലോചിക്കുക, ഇപ്രാവശ്യം ഹാപ്പിയാണ്, ഇന്ത്യ 118 എത്തി നിൽക്കുകയാണ്. ഭാഗ്യം. ഫിൻലാൻഡ് ആണ് 1ാം സ്ഥാനത്ത് കുറച്ചു കാലമായി. ഏത് നദിയിലാണ് അപൂർവ ലോഹമായ ടാൻഡലം അടുത്തിടെ കണ്ടത്? ഇത് കുറച്ച് മുമ്പേയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. സത്ലജ് നദിയിലാണ് അല്ലെ, നമ്മൾ കഴിഞ്ഞ പറഞ്ഞിരുന്നു. ടാൻഡലം അടുത്തിടെ കണ്ടത് ടാൻഡലം സത്ലജ് നദി. രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത. ഞാൻ പറഞ്ഞു നിങ്ങളോട് ഇന്നത്തെ ക്ലാസ്സിൽ ഒരു ചോദ്യമുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. നേരത്തെ ഞാൻ ക്ലാസ്സിനിടയിൽ അത് ചോദിച്ച സമയത്ത് എത്ര പിള്ളേരാണ് അത് കമന്റ് ചെയ്ത് എനിക്ക് അറിയില്ല. അപ്പൊ കമന്റ് ചെയ്തവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഇപ്പം പഠിച്ചോളുക. ക്രിസ്റ്റി കൊവൻട്രി. ആ പേര് നന്നായിട്ട് പഠിക്കാം. എന്താണ് ക്രിസ്റ്റി? ക്രിസ്റ്റി എന്നൊന്നും അല്ല, തെറ്റിപ്പോയതല്ല എനിക്ക്. അങ്ങനെയാണ് അത് ഇംഗ്ലീഷ് നമ്മൾ ഇങ്ങോട്ട് മലയാളത്തേക്ക് മാറ്റും കേട്ടോ. അപ്പൊ കിർ ഒളിമ്പിക് കമ്മിറ്റി, രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ ഇപ്പൊ തോമസ് ബാക്കിനെ അല്ലെ ആദരിച്ച കഥ നമ്മൾ പറഞ്ഞു. അപ്പൊ രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റിയുടെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതയായി മാറിയത് ക്രിസ്റ്റി കൊവൻട്രി. ക്രിസ്റ്റി കൊവൻട്രി പഠിച്ചു വെച്ചേക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 2024 ബാലസാഹിത്യ പുരസ്കാരങ്ങളാണ് പറയാനുള്ളത്. പിള്ളേരെ കഥ നോവൽ വിഭാഗത്തിൽ ഒരു ബാലസാഹിത്യമാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കഥ കേട്ട ഭൂതത്തിന്റെ കഥ പറയുന്നു. ഓ മണി ഇങ്ങനെ മണി വിട്ടു. ഇതില് ഭൂതം വരുന്നു, ഭൂതങ്ങൾക്കൊരു ഭൂതം അല്ലെ, അതൊരു പാട്ടൊക്കെ അല്ലേ. അപ്പൊ ഒരു വിമ്മിഷ്ടം ഉണ്ടാവും കുഞ്ഞുങ്ങൾക്കേ ഭക്ഷണമൊക്കെ കഴിക്കാൻ. അപ്പോ നമ്മൾ എന്താ ചെയ്യാ? മോനെ കൊക്കാച്ചി വരുന്നുണ്ടേ, ഭൂതം വരുന്നെന്ന് പറയും. അപ്പൊ വിമ്മിഷ്ടം മക്കൾക്ക് ഉണ്ടാകുമ്പോ നമ്മള് മണിയൊക്കെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാകും, ചെറിയ മണി ഇങ്ങനെ എന്നിട്ട് ഭൂതം വരികയെ എന്ന് പറയാം. ഇപ്പത്തെ മക്കളൊന്നും ഏൽക്കൂല, എന്നാൽ ചുമ്മാ. അപ്പൊ അത് കഥ നോവൽ പറഞ്ഞു കൊടുക്കും നമ്മള്. അപ്പൊ നോക്കുക, വിമീഷ് മണിയൂർ ചേട്ടന്റെ ഭൂതമാണ് കഥ. ഇനി കവിത എന്ന് കേൾക്കുമ്പം ഒരു പ്രേമം നമ്മളെ മനസ്സിലേക്ക് വരും അല്ലെ, വരണം അല്ലെ. മാനമേ എന്നല്ല, എന്നിട്ട് ഒരു പൂമാലയൊക്കെ ആയിട്ട് അല്ലെ, ഒരു മ്യൂസിക് ഇട്ട നിങ്ങൾ എല്ലാവരും, എന്നിട്ട് മനസ്സിലൊരു കവിത. പ്രേമം വരുമ്പോ ഒരു പൂമാലയും കുട്ടിക്കാലത്ത് അല്ലെ. എന്നിട്ട് ഇതാ നമ്മൾ തമാശക്ക് ഒരു പൂമാലയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ഒരു ആൺകുട്ടിയെ പെൺകുട്ടിയൊക്കെ കൈത്തിന് ഇട്ട് കൊടുക്കുക, രസല്ലേ. അപ്പൊ പൂമാല, പ്രേമജ, കവിത, ബാലസാഹിത്യം 2024 പുരസ്കാരം ഇക്കൊല്ലം പ്രഖ്യാപിച്ചു. അപ്പൊ പൂമാലയാണ് കവിത പ്രേമജ. വിമീഷ് മണിയൂറിന്റെ ഭൂതമാലോചിക്കുക, കഥ വിമീഷ് മണിയൂറിന്റെ ഭൂതമാലോചിക്കുക. പ്രേമജ എന്ന് കേൾക്കുമ്പോൾ പ്രേമം അല്ലെ, ഒരു പൂമാലയുമായി വരുന്നു. നല്ല കവിതയല്ലേ, സെറ്റാണ്. ഇനി വൈജ്ഞാനികം എന്ന് പറയുമ്പം പഠിക്കണം. വിജ്ഞാനം എന്നാലോചിക്കുക, വൈജ്ഞാനികം പാഠം 1 എന്താണ്? ആരോഗ്യമാണ് ഇമ്പോർട്ടന്റ്. പിള്ളേരെ നിങ്ങളിപ്പം ഭയങ്കര എഫേർട്ടിട്ടൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ. ഇല്ലേ നമ്മൾക്കെല്ലാം പോയില്ലേ, ജീവൻ ഉണ്ടെങ്കിലേ ബാക്കിയൊക്കെ, ജോലിയൊക്കെ പിന്നെയല്ലേ.
അപ്പൊ പാഠം 1 ആരോഗ്യം എഴുതിയത് ആരാണ്? ബി പത്മകുമാർ ആണ്. ബി പത്മകുമാർ പഠിച്ചു വെച്ചേക്കുക. ബി പത്മകുമാർ. പത്മകുമാർ പറയുന്നു 10 നൽകിയ പാഠം 10 വരെ. പാഠം 1 ആരോഗ്യം 10 പത്മകുമാർ. അതാണ് വൈജ്ഞാനികം. ഇനി ശാസ്ത്രഗ്രന്ഥമാണെങ്കിൽ പ്രഭാവതി മേനോൻ പ്രഭാവതി മേനോൻ. ഇപ്പൊ പ്രഭാവതി മേനോൻ എന്ന് കേൾക്കുമ്പം, ശാസ്ത്ര ഗ്രന്ഥം എന്ന് കേൾക്കുമ്പം നിങ്ങളുടെ മനസ്സിലേക്ക് വേണ്ടത് ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ. എന്ത് രസാണ് പ്രാസപ്പിച്ച് പറഞ്ഞു നോക്കിയേ. ശാസ്ത്രഗ്രന്ഥം, ബാലസാഹിത്യം 2025 ഏറ്റവും ലേറ്റസ്റ്റ് അവാർഡ്. ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ, ശാസ്ത്ര സുകൃതികൾ, അല്ലെ വികൃതികൾ. എന്ത് രസ! ശാസ്ത്ര വികൃതികൾ, സുകൃതികൾ, കെടുതികൾ ആരെഴുതുന്നു? അല്ലെങ്കിലും സയൻസ് ബുക്ക് എടുത്തിട്ട് നമുക്ക് വികൃതി കളിക്കാൻ തോന്നും. നമുക്ക് നല്ലൊരു സുകൃതം അല്ലെങ്കിൽ ഒരു കെടുതി ഒക്കെ തോന്നും ശാസ്ത്രം പഠിക്കുമ്പോൾ. പ്രഭാതത്തിൽ, അപ്പൊ പ്രഭാതത്തിൽ ശാസ്ത്രം പഠിക്കുമ്പോൾ വികൃതി കാണിക്കുന്ന ആരൊക്കെ ഉണ്ട്? ശാസ്ത്രം സയൻസ് പഠിക്കുമ്പോൾ പ്രഭാതത്തിൽ ആലോചിച്ച് പഠിക്കുക. ശാസ്ത്രം, പ്രഭാതം, വികൃതി, സെറ്റ്. അപ്പൊ ഇതൊക്കെയാണ് ആളുകള്. വിമീഷ് മണിയൂർ ചേട്ടൻ, പ്രേമജ ഹരീന്ദ്രൻ, കവിത, അതുപോലെ തന്നെ ബി പത്മകുമാർ സാറ്, പ്രഭാവതി മേനോനും നെത്തല്ലൂർ ഹരികൃഷ്ണനും, സംഗീത ചേനമ്പുള്ളിയും, ഹാജറ കെ എം നമുക്കത് പറയാം. ആത്മകഥ എന്ന് കേൾക്കുമ്പോൾ ഇപ്പൊ വൈജ്ഞാനികം നമ്മൾ പറഞ്ഞു, പത്മകുമാറിന്റെ അല്ലെ പാഠം 1 ആരോഗ്യം പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതായിരുന്നു ശാസ്ത്രഗ്രന്ഥം പറഞ്ഞു. ശാസ്ത്രം കേൾക്കുമ്പോൾ പ്രഭാതം, പ്രഭാവതി, അല്ലെ ശാസ്ത്ര വികൃതികൾ കിട്ടി. ഓക്കെ, ഇപ്പൊ പ്രഭാവതി ചേച്ചി കണ്ടോ നിങ്ങൾ? പ്രഭാവതി മേനോൻ. അതുപോലെ ജീവചരിത്രം അല്ലെങ്കിൽ ആത്മകഥ എന്ന് പറയുമ്പോൾ ഡോക്ടർ നെത്തല്ലൂർ ഹരികൃഷ്ണനാണ് ആത്മകഥ. കുട്ടികളുടെ എഴുത്തച്ഛൻ. നോക്കൂ, ഹരികൃഷ്ണൻ എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് കുട്ടികളുമായി ബന്ധപ്പെട്ട ഒരുപാട് സംഗതികളുണ്ട് അല്ലെ. ഹരിയും കൃഷ്ണന്റെയും മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ഒരു മോളായിട്ടൊരു മോളൊക്കെ ഇല്ലേ. അപ്പൊ കുട്ടികളുടെ എഴുത്തച്ഛൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ സിനിമ കണ്ടവർക്ക് കണക്ട് ആവും. ഹരികൃഷ്ണൻ ആലോചിക്കുക, ആത്മകഥ ആലോചിക്കുക, അല്ലെങ്കിൽ ജീവചരിത്രം. കുട്ടികളുടെ എഴുത്തച്ഛൻ, കുട്ടികളുടെ എഴുത്തച്ഛനാണ് ആത്മകഥ അല്ലെങ്കിൽ ജീവചരിത്രം കാറ്റഗറി കിട്ടിയത്. കുട്ടികളുടെ എഴുത്തച്ഛൻ കൃതി ആരെഴുതി? നെത്തല്ലൂർ ഹരികൃഷ്ണൻ എഴുതി. പണി കിട്ടും. ഇതൊക്കെ പഠിച്ചാൽ കേട്ടോ, പഠിക്കണേ. വിവർത്തനം, പുനരാഖ്യാനം. വിവർത്തനം കാറ്റഗറിയിൽ ബാലസാഹിത്യത്തിൽ കിട്ടിയത് സംഗീത ചേനപ്പുല്ലി. വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ? ഇത് വിവർത്തനം ചെയ്യുക അല്ലെങ്കിൽ പുനരാഖ്യാനം ചെയ്തു അലക്കിയ. വിവർത്തനം ചെയ്തെന്നാണ് വെള്ളത്തിന് നനവുണ്ടായതേ. സംഗീതത്തിലൂടെ നമുക്ക് വെള്ളത്തിന് നനവുണ്ടായത് പഠിക്കാൻ ആലോചിക്കുക അല്ലെ. സംഗീതം അല്ലെങ്കിൽ ചേന ആലോചിക്കുക. ചേന എന്താ പറയാ, വെള്ളം, നനവ്, ഇതൊക്കെ വെച്ചൊരു കണക്ഷൻ കൊടുക്കുക. ഒരു ചേനയുണ്ട്, അവിടെ കുറച്ച് വെള്ളം ഇങ്ങനെ ഒഴിച്ച് നനച്ചു അല്ലെ. വിവർത്തനം കേൾക്കുമ്പോൾ ആലോചിക്കുക, ചേന എങ്ങനെ വെള്ളം ഒഴിച്ച് നനച്ചു. അപ്പൊ വെള്ളത്തിന് നനവുണ്ടായത് എങ്ങനെ? ചേനമ്പുല്ലി. അവരുടെ പേരങ്ങനെ തന്നെ അല്ലേ. ഇതാ ചേനമ്പുള്ളി കേട്ടോ. ചേനമ്പുല്ലി അല്ല, ചേനമ്പുള്ളി എന്നാണ് പത്രത്തിൽ കൊടുക്കുന്നത്. ചേനമ്പുള്ളി. ഓക്കെ, പേരൊന്നും വലിയ കാര്യമില്ല, സ്ഥലത്തിന്റെ പേരാണ് ചേനമ്പുള്ളി. നാടകം എന്ന് കേട്ടാൽ സാക്ഷിയാണ്. ഇത് വളരെ രസമായിട്ട് പഠിക്കാൻ പറ്റും. നിങ്ങൾ കോടതിയിലൊക്കെ പോകുന്ന സമയത്ത് സാക്ഷി, ഹാജർ പറയാറില്ലേ? സാക്ഷി KM ഇവിടെ. അപ്പൊ പറയും ഹാജർ സർ. അപ്പൊ നോക്കൂ, നാടകം കളിക്കുമ്പം അവിടെ ഒരു സാക്ഷിയുണ്ട്. സാക്ഷി ഹാജർ എന്ന് പറയുന്നു. നാടകം കുഞ്ഞുങ്ങൾ കളിക്കുന്നു, ബാലസാഹിത്യം, നാടകം, സാക്ഷി KM ഹാജറ. നാടകം, കോടതിയിൽ നാടകം. അപ്പൊ എന്ത് പറയുന്നു? സാക്ഷി ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഹാജർ എന്ന് പറയുന്നു. സെറ്റല്ലേ? എല്ലാവരും നന്നായിട്ട് മക്കളെ ഇതെല്ലാം പഠിക്കുക. നിങ്ങൾക്ക് ഇനിയും കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾ നൽകുന്നതാണ്. നിങ്ങളുടെ സപ്പോർട്ട് പോലെ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. മുഴുവൻ പ്ലേലിസ്റ്റിലെ ക്ലാസ്സുകളും വിടാതെ ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് കേട്ട് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നന്നായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് 20 മാർക്കും കിട്ടട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. ഗുഡ് ബൈ. താങ്ക് യു.